എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു തുണിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് പല്ലുവിൾ സേതുട്ടാ അവിടെ നിൽക്കാൻ പറയണ. എന്താ കാര്യം? അതിങ്ങ് കൊണ്ടുപോവാ, ഞാൻ വാഷ് ചെയ്യാന്ന് പറയണ. അതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ വാഷ് ചെയ്തോളാന്ന് പറയാണ്. ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നേ, ഇനി ഞാൻ ഇതൊക്കെ തന്നെ ചെയ്തോളാന്ന് പറയാം. ഓ, ഇത്രയും കാലത്തെ പോലെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കാം. എന്താ പ്രശ്നം, എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കും. അങ്ങനെയല്ലല്ലോ, ഇപ്പൊ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം ഇവിടെ. ആരാ ഉള്ളേന്ന് ചോദിക്കാം. ആ സേതുവേണ്ണ അറിയില്ലേന്ന് ചോദിക്കും. എനിക്കറിയത്തില്ല, ഞാൻ തന്നെ അത് പറയണമെന്ന് ചോദിക്കും. പറ, ആരാ ഉള്ളേന്ന് ചോദിക്കാണ്. അതൊക്കെ ഞാൻ പറയാന്ന് പറയണ. അങ്ങനെ സേതു ഇങ്ങനെ ആകാംക്ഷപൂർവ്വം ഇങ്ങനെ അത് കേൾക്കാനായിട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് പല്ലവി പറഞ്ഞു, അത് പിന്നെ സേതുവേണ്ട അനീത്തിമാരുണ്ടല്ലോ എവിടെയെന്ന് പറയണം. ഓ, അതാണോ? എന്ത് പറ്റി? അല്ല, ഞാൻ വേറെ പല തെറ്റിദ്ധരിച്ചെന്ന് പറയണം. മനസ്സിലായെന്ന് പറയാണ്. അതെ, സേതുവേട്ടൻ ഇച്ചിരി പൊസസീവിനെസ് അല്ലേന്ന് ചോദിക്കണം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അനീത്തിമാരുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നി. അച്ഛനും നിഖിലും തമ്മിൽ നാളെ വിവാഹം കഴിക്കേണ്ടവരല്ലേ, അവർ തമ്മിൽ ഇച്ചിരി അടുത്തിടപഴകിയെന്ന് ഓർത്തോണ്ട് സേതുവേട്ടൻ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്ക് ഇഷ്ടപ്പെടായികയൊന്നുമില്ല, പക്ഷെ എങ്കിൽ അവൻ ആള് ശരിയല്ല എന്നൊരു തോന്നല്. അവന്റെ അതൊന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അത് മാത്രല്ല, അച്ഛനും അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കയറി ഇടപെട്ടേന്ന് പറയണം. ഓഹോ, അപ്പൊ അത് ശരി. അങ്ങനെയാണെങ്കിൽ സേതുവേട്ടൻ ഇങ്ങനെ വേറെ പലരുടെയും കാര്യത്തിൽ ഇടപെടുമായിരിക്കും അല്ലേന്ന് പറയാ. സേതുവേട്ടൻ ഇഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ അത് പിന്നെ തർക്കിക്കേണ്ടതുണ്ടോ? സാധാരണഗതിയിൽ ഞാൻ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിനകത്ത് കയറി ഇടപെടും. ആരുടെ കാര്യത്തിലാണല്ലോ ഇടപെടുമെന്ന് പറയണം. എന്ത് പറ്റി? എന്റെ കാര്യത്തിലാണെങ്കിലോ? അതിപ്പോ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ പല്ലവിയുടെ കാര്യത്തിലാണെങ്കിലോ അതെ, ഋതുവിന്റെയോ സ്വാതിയുടെ ആരുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ കയറി ഇടപെടുമെന്ന് പറയണം. ശരിയെന്ന് പറയാൻ. എന്താ പല്ലവി? ഒന്നുമില്ലാന്ന് പറയണം. സേതുമാധവൻ പറഞ്ഞു, അതെ, ഞാൻ എന്താണ് ഇച്ചിരി മുമ്പേ പല്ലവിയെ പറഞ്ഞ അതുണ്ടല്ലോ, അതെനിക്ക് ഇച്ചിരി കൂടുതലാന്ന് പറയാം. അതിന്റെ അർത്ഥമൊന്നും വലുതായിട്ട് എനിക്കൊന്നും അറിയത്തില്ല, എന്നാലും ഞാൻ പറയാം, എനിക്കത് ഇച്ചിരി കൂടുതലാ. കാരണം ഞാനേ ഒരാണാന്ന് പറയാണ്. എന്റെ അനിയത്തിമാർക്കോ അല്ലെങ്കിൽ കാമുകിക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി ഒന്ന് ചിരിക്കുവാണ്. പിന്നീട് സേതു തുണി കഴിയാനായിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം അച്ചു മുറിയിലിരിക്കണം. അപ്പം മുറിയിൽ അച്ചു ഇരിക്കുന്ന സമയത്ത് അച്ചുവിന്റെ അരിയിലേക്ക് സ്വാതിയും ഋതുവും കൂടെ വരുവാണ്. ഋതു പറഞ്ഞു, എന്നാലും അയാൾ ഈ കല്യാണം നടത്താനായിട്ട് സമ്മതിക്കത്തില്ലല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അച്ചു ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അയാൾ എന്തിനാ ആ നിഖിലിനെ അടിക്കാനൊക്കെ ചെന്നേന്ന് ചോദിക്കോ. ഓ, അതാണോ കാര്യം? അല്ല, അയാൾക്ക് ഇതിന് വല്ല കാര്യമുണ്ടോ? അയാൾ മനഃപൂർവ്വം ഈ കല്യാണം മുടക്കാനായിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയണം. സ്വാതിയും പറഞ്ഞു, ശരിയാ, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അയാൾ മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുന്ന. ഇത് കേട്ടതും അച്ചു പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ കേട്ടിട്ടാ ഈ പറയണെന്ന് ചോദിക്കുകയാണ്. അതെന്താ അച്ചു നീ അങ്ങനെ പറഞ്ഞ? ഋതു ചോദിക്കുക. നീ കാര്യം അറിയത്തില്ല നീ പറയണേ. അല്ല, മുമ്പ് നീ ഹോരം പ്രസംഗിക്കുമായിരുന്നല്ലോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവർക്ക് വേണ്ട പരിഗണനയെക്കുറിച്ചും ഒക്കെ. ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഋതു പറഞ്ഞു, അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കും. അതെ, നീ എപ്പോഴും പറയാറില്ലേ നമ്മുടെ ശരീരം നമ്മുടെ മാത്രം സ്വന്തമാണ്. അത് ശരിയാ, നമ്മുടെ ശരീരം നമ്മൾക്ക് മാത്രം സ്വന്തമാണ്. അത് മറ്റൊരാളെ പുരുഷൻ പോലും ആ ശരീരത്തെ തൊടണമെങ്കിൽ നമ്മുടെ അനുവാദം വേണം. നമ്മുടെ അനുവാദം ഇല്ലാതെ ആരും നമ്മുടെ ശരീരത്തെ തൊടാൻ പാടില്ലെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അതിനെതിരെ മാത്രം സേതുവേട്ടൻ പെരുമാറിയിട്ടുള്ളൂ. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ശരീരത്തെ തൊടാൻ വന്നു കഴിഞ്ഞപ്പം ഞാൻ പ്രതികരിച്ചു. അപ്പൊ എന്നോടൊപ്പം സേതുവേട്ടൻ നിന്നു, അത്രയും മാത്രമുള്ളെന്ന് പറയണം. ഓ, അതാണ് കാര്യം, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചെന്ന് പറയണം. അപ്പൊ അതാണ് കാര്യം, അപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ സേതുമാധവന്റെ ഭാഗത്ത് ന്യായമല്ലേന്ന് ചോദിക്കണം. അതെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളോടൊപ്പം ആയിരിക്കും എന്ന് പറയാം. ഇത് കേട്ട് സ്വാതി പറഞ്ഞു, ചേച്ചി എന്താ പറയണേ? അത് പിന്നെ ന്യായത്തിനും പക്ഷത്ത് വേണ്ടേ സ്വാതി നമ്മൾ നിൽക്കേണ്ടെന്ന് ഋതി ചോദിക്കുകയാണ്. അച്ചു പറഞ്ഞു, ഓ, രക്ഷപ്പെട്ടു, ഈ ഒരു സമയത്തെങ്കിലും നീ നിന്റെ വലിയേട്ടനോടൊപ്പം നിന്നല്ലോ, സമാധാനമായി എന്നും പറഞ്ഞോണ്ട് എപ്പോഴും ഞാൻ അങ്ങാരോട് നിൽക്കുമെന്നൊന്നുമില്ല. അയാള് ഈ തവണ ചെയ്ത നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാ ഞാൻ എന്താണ് സ്ത്രീകളുടെ പക്ഷത്തോ നിൽക്കത്തോളാന്ന് പറയാം. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അയാൾ പോരാടിയതുകൊണ്ട് ഇത്തവണ ഞാൻ അയാളുടെ ഒപ്പമെന്ന് പറയാണ്. അച്ചുവിന് സന്തോഷമായി എന്നും പറഞ്ഞിട്ട് അച്ചു അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന പല്ലവി പഠിപ്പിക്കുന്ന കോളേജിലേക്ക് ബുള്ളറ്റിൽ ഇങ്ങനെ ഇന്ദ്രൻ പാഞ്ഞു വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നേരെ ഇന്ദ്രൻ ചെല്ലുന്ന പ്രിൻസിപ്പളുടെ ക്യാബിനിലേക്കാണ്. അങ്ങനെ കയറി ചെന്നു. അപ്പൊ ഇന്ദ്രൻ ചെന്നിട്ട്, അല്ല സാറേ, ഞാനൊരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ വെക്കേഷൻ ക്ലാസ്സിന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് ജോയിൻ ചെയ്യാനുള്ള. എന്നിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ എന്താ റിജക്ട് ചെയ്തെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പ്രിൻസിപ്പൾ പറഞ്ഞു, അതിന്റെ പ്രധാന കാരണം പല്ലവി ടീച്ചർ തന്നെയാന്ന് പറയണം.
അതിൻ്റെ പല്ലവി ടീച്ചറും ഞാനും തമ്മിലുള്ള ഇത് ഞാൻ പഠിക്കാൻ വന്നല്ലേ നിൽക്കും. അതൊക്കെ ശരി തന്നെ. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നറിയാം. അതുകൊണ്ട് വെറുതെ ഒരു പ്രശ്നം കോളേജിൽ ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അതെന്താ സാറേ അങ്ങനെ പറഞ്ഞേ? എനിക്ക് പഠിക്കാനുള്ള അവകാശമില്ലേ? ഞാൻ പഠിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് വന്നിട്ടാണെങ്കിൽ അതെ എനിക്ക് പഠിക്കാൻ പറ്റണം. അതിൻ്റെ എൻ്റെ അവകാശം കൂടെ അതിന് സാറ് അനുവദിക്കണമെന്ന് പറയണം. അത് പിന്നെ ഇന്ദ്രജിത്തെ ഞാൻ സാറ് കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ബാഗ് തുറന്നു. അതിനകത്തുനിന്ന് ഒരു ചെക്ക് ലീഫ് അങ്ങ് എടുത്തു. അതിനകത്തുനിന്ന് ഒരു ലീഫ് അങ്ങോട്ട് കട്ട് ചെയ്ത് സൈൻ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. സാർ ഇത് പിടിച്ചേ, എമൗണ്ട് ഒന്നും ഇത്താൽ എഴുതിയിട്ടില്ല, എത്ര വേണം സാറിന് എഴുതിയെടുക്കാന്ന് പറയാം. ഇത് കേട്ടതും പ്രിൻസിപ്പളിന്റെ മുഖം ഒന്ന് തിളങ്ങി. അയാളതും കൂടെ വാങ്ങി എന്നിട്ട് ഒഞ്ഞ് പുഞ്ചിരിച്ചു. അപ്പോൾ ഓക്കെ അല്ലേന്ന് ഇന്ദ്രൻ ചോദിച്ചു. എല്ലാം ഓക്കെയാ. അപ്പൊ എൻ്റെ അഡ്മിഷനോ അതൊക്കെ നമുക്ക് ശരിയാക്കാം. താൻ ഇപ്പൊ തന്നെ ക്ലാസ്സിലേക്ക് പോയിക്കോളാൻ പറയാം. അതെ ഇപ്പൊ ഇത് വാങ്ങിക്കുന്നൊരു കാരണമുണ്ട്. ഇവിടെ മാനേജ്മെന്റ് സ്ഥാപനം അത് പ്രൈവറ്റ് കോളേജാ. അപ്പൊ ഈ പൈസക്കൊക്കെ നല്ല ക്ഷാമമുള്ള സമയമാണ്. അപ്പൊ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കാര്യത്തിന് ഉപകരിക്കാലോ. ഇപ്പൊ തന്നെ ക്യാൻറ്റീന് പ്രശ്നമാണ്. ക്യാൻറ്റീനിൽ കോൺട്രാക്ട് എടുക്കാൻ പോലും ആരും വന്നിട്ടില്ല. കാരണം അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പൈസ എന്തായാലും ഈ സമയത്തൊരു അനുഗ്രഹമായിരിക്കും എന്ന് പറയണം. ബാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രിയത്തിനെയും കൂട്ടി നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഈ സമയം പല്ലവി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല്ലവിയുടെ ക്ലാസ് സ്വാതിയുണ്ട്, നിരഞ്ജന അവരൊക്കെ ഉണ്ട്. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മേ കമ്മ്യൂണിറ്റി ടീച്ചർ എന്നൊരു ഇത് കേട്ടത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പല്ലവി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ഇന്ദ്രനും ഉണ്ട്, കൂടെ പ്രിൻസിപ്പളും ഉണ്ട്. പ്രിൻസിപ്പൾ പറഞ്ഞു, അതെ ഇത് ഈ ക്ലാസ്സിലെ പുതിയ സ്റ്റുഡൻ്റാന്ന് പറയാണ്. ഇത് കേട്ടതും പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ അകത്തേക്ക് കയറുന്നു. ഇതിൻ്റെ അകത്തേക്ക് കയറുന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് വന്ന പുതിയ സ്റ്റുഡൻ്റ്, എൻ്റെ പേര് ഇന്ദ്രയത്തൻ എന്നാന്ന് പറയണം. ഇതേ വെക്കേഷൻ ക്ലാസ് ആണ്, ഈ കോഴ്സ് തീരുന്നോടം വരെ ഞാനിവിടെ കാണുമെന്ന് പറയണം. പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽപ്പെട്ടു ഈ പല്ലവി. ആ സമയത്ത് സ്വാതിയോട് നിരഞ്ജന ചോദിച്ചു, നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇതാണ് പല്ലവി ടീച്ചറിന്റെ ഹസ്ബൻഡ് ആയിരുന്നു പറയണം. എനിക്ക് മനസ്സിലായെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുമോ ഈ കോളേജിൽ എന്ന് പറയണം. പ്രിൻസിപ്പൾ ഇന്ദ്രനെ കൊണ്ടുവിട്ട് അങ്ങോട്ട് പോവാണ്. ഇന്ദ്രന്റെ ക്ലാസ്സിലേക്ക് കയറുമെന്ന് ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്കാണെങ്കിൽ അടിമുടി പെടുത്ത് കയറി. എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. ക്ലാസ് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥ. ഇന്ദ്രൻ പെട്ടെന്ന് ചോദിച്ചു, അല്ല ടീച്ചറെ ക്ലാസ് എടുക്കുന്നില്ലേന്ന് ചോദിക്കണം. പല്ലവി ഒന്നും മിണ്ടിയില്ല. പല്ലവി നേരെ സ്റ്റാഫ് റൂമിലേക്ക് അങ്ങോട്ട് പോകണം. അപ്പോഴത്തേക്കും മാധുരി മിസ്സും ആൻ ടീച്ചറും കൂടെ വന്നു. ആൻ ടീച്ചർ വന്നിട്ട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു പല്ലവിന്ന് ചോദിക്കുകയാണ്. എന്താ നമ്മൾ റിജക്റ്റ് ചെയ്തല്ലായിരുന്നു അയാളുടെ ആപ്ലിക്കേഷൻ, പിന്നെ എങ്ങനെ അയാൾ വീണ്ടും വന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയത്തില്ല, അത് ചിലപ്പോൾ പ്രിൻസിപ്പൾ അഡ്മിഷൻ കൊടുത്തായിരിക്കും എന്ന് പറയണം. ഇതിപ്പോൾ ചതിയാണല്ലോ. മാധുരി മിസ് പറഞ്ഞു, എന്താണെങ്കിലും പല്ലവി ടീച്ചർക്ക് കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാം. ആ ഇന്ദ്രജിത്തിന്റെ വരവ് വെറുതെ ആയിരിക്കില്ല എന്ന് പറയണം. അത് കേട്ടതും പല്ലവി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോയിരിക്കാനും പറ്റില്ല. അയാളുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പോകുന്നത് എനിക്കറിയില്ല എന്ന് പറയണം. ആൻ ടീച്ചർ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, അവൻ അവിടെ അങ്ങനെ ഇരിക്കട്ടെ. പല്ലവി ടീച്ചർ പോയി ക്ലാസ് എടുക്കാതിരിക്കില്ലെന്ന് പറയണം. എനിക്കറിയത്തില്ല ആൻ ടീച്ചറെ, എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. ഇത് കേട്ടതും മാധുരി മിസ് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് അയാൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ പല്ലവിക്ക് തന്നെ അത് ദോഷം ചെയ്യുമെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, പോയി പ്രിൻസിപ്പളിനെ കാണാനായിട്ട് മാധുരി ടീച്ചർ പറയാം. അല്ല പ്രിൻസിപ്പളിനെ കണ്ടാൽ ശരിയാകുമോന്ന് ചോദിക്കാം. ആൻ ടീച്ചറോട് ശരിയാകുന്നേ, പ്രിൻസിപ്പളെ കണ്ട് പല്ലവി ടീച്ചർ വിഷമങ്ങളൊക്കെ പറയുന്നു പറയണം. അങ്ങനെ പ്രിൻസിപ്പളിനെ കാണാനായിട്ട് പല്ലവി പോവാണ്. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പ്രിൻസിപ്പളിനോട് ചോദിച്ചു, അല്ല സാറേ നമ്മൾ ആ ഇന്ദ്രജിത്തിന്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തല്ലേ, പിന്നെ എന്തിനാ അയാളെ വീണ്ടും എടുത്തതെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പ്രിൻസിപ്പൾ പറഞ്ഞു, അതെ ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാണ്. ഇന്ദ്രന് ഈ തവണ കോളേജിന് ഓഫർ ചെയ്ത് തന്നിരിക്കുന്നത് എത്ര രൂപയാണെന്നറിയാം? 1,00,000 രൂപയാ. ഞാൻ നോക്കിയിട്ട് മാനേജ്മെന്റ് നോക്കിക്കഴിഞ്ഞിട്ട് പെർമനന്റ് അല്ലാത്തൊരു സ്റ്റാഫാണോ വലുതോ അതോ 1,00,000 രൂപ ഡൊണേഷൻ തന്ന ആളാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവരെന്താണെങ്കിലും ഡൊണേഷൻ തന്ന ഇന്ദ്രിയത്തിനെ മാത്രമേ ഈ കോളേജിൽ നിൽക്കാനായിട്ട് അനുവദിക്കുള്ളൂ. അറിയാലോ, പല്ലവി ടീച്ചർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പിരിഞ്ഞു പോകാനായിട്ട് പറ്റും, പക്ഷെ ടീച്ചറുടെ ജോലി പോകും. അറിയാലോ, കുറച്ച് നാളത്തേക്ക് അവനെ ഒന്ന് സഹിച്ചാൽ മതിയാവുള്ളൂ. ഞാൻ നോക്കിയിട്ട് അതൊരു ഓപ്ഷൻ, അല്ലാതെ പല്ലവി ടീച്ചർക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാന്ന് പറയണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി പല്ലവിക്ക്. താൻ പെട്ടുപോയല്ലോ എന്നൊരവസ്ഥ. പെട്ടെന്ന് പല്ലവി പറഞ്ഞു, അത് സാറേ അവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലെന്ന് ചോദിക്കും. അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ പറ്റില്ല, അവന്റെ അവകാശം പഠിക്കാന്നുള്ളത്, പഠിക്കാനായിട്ട് വന്നവനാണ് അവന്, അപ്പൊ അവനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ പല്ലവി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.